കോളടിച്ചാസാനെ, ഒരു മുഴുത്ത കോഴി വഴി തെറ്റി നമ്മുടെ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് പോകാൻ ഇനി ഒരേ ഒരു വഴി മാത്രം. അതേത് വഴി ആശാനെ? എന്റെ വയറിലേക്കുള്ള വഴി. ആരെയും കാണുന്നില്ലല്ലോ. എവിടെ കോഴി? എവിടെ? അയ്യോ, ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയതാണല്ലോ. വെറുതെ കൊതിപ്പിച്ചല്ലോടെ. നീ എന്തു പണിയാ ചെയ്തേ? ഹാ, അതാ പറയുന്നേ. ദേ വന്നു, ദാ പോയി ഇന്ന്. ആ കോഴി നമ്മുടെ സുരേഷ് ഗോപിയുടെ പരിപാടി കാണുന്നവളാണെന്ന് എനിക്ക് അപ്പളേ തോന്നിയതാ. നിർത്തടാ, ചുമ്മാതിരുന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് കോമഡി പറയുന്നോടാ. എന്തോന്നടേ ആശാനും ശിഷ്യനും കൂടെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നത്? അത് നീ ഇവിടെ ഒരു കോഴിയെ കണ്ടിരുന്നോ? ആ കണ്ടു, കൃത്യമായ വഴിയും പറഞ്ഞു കൊടുത്തു. അല്ലേൽ നീയൊക്കെ ഇങ്ങനെ വായിൽ വെള്ളവും ഊറ്റിക്കൊണ്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിന്നെ ഞാൻ. ആശാനെ, ആണുങ്ങളായാൽ വാക്കിന് വില വേണം. ആശാനാണത്രേ ആശാൻ. വാദി പ്രതിയായോ? ഞാനെന്താ ചെയ്തേ? നിങ്ങളല്ലേ പറഞ്ഞേ ആ കോഴിക്കിനി ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ വയറ്റിലേക്കുള്ള വഴിന്ന്. ഇപ്പൊ എന്തായി? ഓ, വല്ലാതെ ആഗ്രഹിച്ചു പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്തു വഴി? കോഴിയാണെന്ന് വിചാരിച്ച് ആ കാണുന്ന ചാണകമെടുത്ത് കുറച്ചകത്താക്ക്. ദുഷ്ട, നീ ഒരൊറ്റൊരുത്തൻ കാരണമാ ഇതുണ്ടായേ. ഒരെട്ടിന്റെ പണി നിനക്കു ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മൈൻഡ് ഇറ്റ്. ഒന്ന് പോടെ, രണ്ടിനെയും ഈ കാട് കടത്തണം, എങ്കിലേ കാട്ടുമൃഗങ്ങൾ രക്ഷപ്പെടൂ. ആ ഫ്രീക്കു, ഇതെന്താ തനിയെ സംസാരിച്ചു പോകുന്നത്? ആ, ഞാൻ ആ ഉഡായിപ്പന്മാരുടെ കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്താ, നിനക്കും പണി കിട്ടിയോ? ഒരു ചെറിയ പണി അവർക്കിട്ട് ഞാൻ കൊടുത്തു. നീ എവിടെയായിരുന്നു? കുറെ ആയല്ലോ കണ്ടിട്ട്. ആ, ഒന്ന് കറങ്ങാൻ പോയതാ. ഞങ്ങൾക്ക് ഭൂമി മാത്രമല്ല, വിശാലമായ ആകാശവും ഉണ്ടല്ലോ സഞ്ചരിക്കാൻ. അതിരിക്കട്ടെ, നീ അവർക്ക് എന്തു പണിയാ കൊടുത്തത്? അത് ഓഹോ, എങ്കിൽ ഒരു പണിക്ക് കൂടെ സ്കോപ്പുണ്ട്. അവന്മാരെ തേച്ചൊട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാലും ഫ്രീക്കു നമ്മളോടിത് ചെയ്തല്ലോ. അടിച്ചവന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റുമായിരുന്നു. പിന്നെ ഇപ്പോ തന്നെ അവന്റെ ഷേപ്പ് വളരെ മോശമല്ലേ? അതാ ഞാനൊന്നും ചെയ്യാഞ്ഞേ. ആശാനെ, ആശാൻ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആള് വെറും പോങ്ങനാലേ. നീ എന്താ പറഞ്ഞേ?